ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. നായാടംപൊയിൽ കണ്ടലപ്പാറ ഭാഗത്ത് 35.44 ഹെക്ടർ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയാക്കി വനം വകുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി. നായാടംപൊയിൽ കുരിശുമല ഉൾപ്പെടെയുള്ള പുൽമേടുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമാണിത്. പരിസ്ഥിതി ദുർബല മേഖലയിൽ ഉൾപ്പെട്ടതും എടവണ്ണ താമരശ്ശേരി വനം റേഞ്ചുകൾ ഉൾപ്പെട്ടതുമായ മേഖലയാണ് വനം വകുപ്പ് ഇപ്പോൾ നിക്ഷിപ്ത വനഭൂമിയാക്കി വിജ്ഞാപനമിറക്കിയിട്ടുള്ളത്. അകമ്പാടം വില്ലേജിൽ അൺസർവേയിൽപ്പെട്ട 35.4433 ഹെക്ടറും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി വില്ലേജിലെ 2.7744 ഹെക്ടർ സ്ഥലവും ഉൾപ്പെടെ 38 ഹെക്ടറിലേറെ സ്ഥലമാണ് നിക്ഷിപ്ത വനഭൂമിയായി മാറുക. പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ആൻഡ് വെസ്റ്റേൺ ചീഫ് കൺസർവേറ്ററാണ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഇത്രയേറെ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയാക്കി വനം വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ മേഖലയിൽ വനഭൂമിയുടെ വിസ്തൃതി കൂടിയിട്ടുണ്ട്. വിജ്ഞാപനം ഇറക്കിയ സാഹചര്യത്തിൽ കുരിശുമല ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം വനം വകുപ്പ് നിരോധിച്ചിട്ടുണ്ട്. പിന്നീട് വനം വകുപ്പ് ഇത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റും. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം കൂടിയാണിത്. ഇവിടം ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ വനം വകുപ്പിന് വലിയ വരുമാനമാർഗം കൂടിയാകും. മലയോര കർഷകരും ആദിവാസികളും താമസിച്ചു വരുന്ന പ്രദേശത്തോട് ചേർന്ന ഭാഗമാണിത്. ആയതിനാൽ തന്നെ 38 ഹെക്ടറിലേറെ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയായി മാറുമ്പോൾ കർഷകർക്കും ആദിവാസികൾക്കും ഉൾപ്പെടെ ആശങ്ക വർദ്ധിക്കും. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.